സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. പാലക്കാട് തൃത്താലയിലാണ് വാഹന പരിശോധനയ്ക്കിടെ SIയെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായത്. സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. കാർ ഓടിച്ചിരുന്ന അലന്റെ സുഹൃത്ത് ഒറ്റപ്പാല സ്വദേശി അജീഷിനെയാണ് തൃശൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. വാഹനം ഇടിച്ചത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണെന്ന് FIR-ൽ പറയുന്നുണ്ട്. പാലക്കാട് നിന്ന് S വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, ഈ കാറിലിരുന്ന് മദ്യപിക്കുകയായിരുന്ന പ്രതികൾ, അവിടെ പോലീസ് എത്തുന്നു. പോലീസ് പിടികൂടുമെന്ന് കണ്ടതോടെ പോലീസിനെ വാഹനമിടിപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇതാണ് പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. യഥാർത്ഥത്തിൽ അങ്ങനെ രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരാക്രമണമായിരുന്നു, അതോ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശം തന്നെയായിരുന്നോ പ്രതികൾക്ക്? ഇതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം പ്രതികൾ ആദ്യം, അതായത് ഇതിലെ പ്രധാന പ്രതിയായ അലൻ, ഈ വാഹനം ഓടിച്ചിരുന്ന അലൻ ആദ്യം നൽകിയിരുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ ഇവർ മയക്കുമരുന്ന് മറ്റോ കൈമാറുന്നതിനിടയിൽ പോലീസ് കണ്ടു, തുടർന്നാണ് എന്നുള്ള രീതിയിലായിരുന്നു. ആ മൊഴി പിന്നീട് മാറ്റി. കാരണം രണ്ടാമതൊരാളെ കൂടി ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തതോടുകൂടി അജീഷ് തൃശ്ശൂരിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലായത്. അജീഷിന്റെ പിന്നീട് രണ്ടാളുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്തിയപ്പോൾ മദ്യപിക്കാൻ വേണ്ടിയിട്ടാണ് വാഹനം അവിടെ നിർത്തിയത്. പരുതൂർമംഗലത്ത് നിർത്തിയിരിക്കുന്നത് മദ്യപിക്കാൻ വേണ്ടിയിട്ടാണ് റോഡ് സൈഡിൽ. പോലീസിനെ കണ്ടപ്പോൾ വണ്ടി പെട്ടെന്ന് എടുത്തതാണ്. അന്നേരം SIയെ ഇടിച്ചു വീഴ്ത്തി അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് പറയുന്നു. അതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം പാലക്കാട് തൃത്താലയിൽ ഈ സംഭവം 4, അതായത് ഈ ശശികുമാർ ഉൾപ്പെടെ, തൃത്താല SI ശശികുമാർ ഉൾപ്പെടെ 4 പേരായിരുന്നു അവിടെ പരിശോധന നടത്തിയിരുന്നു. അപ്പോഴാണ് ഈ ദുരൂഹ സാഹചര്യത്തിൽ ഈ വാഹനം കാണുന്നത്. തുടർന്ന് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്നതിനിടയിലാണ് പോലീസ് കൈ കാണിച്ചു. അങ്ങനെയാണ് ഇടിച്ചു വീഴ്ത്തി പോകുന്നത്. ഇതിന്റെ SI ശശികുമാറിന്റെ കാലിലൂടെ വാഹനം കയറി ഇറങ്ങുകയും ചെയ്തു എന്നാണ്. ഇതിൽ 4 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ 5 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിൽ കൊലപാതക ശ്രമം ഉൾപ്പെടെയുണ്ട്, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു സാധാരണ നമുക്കറിയാം, ഒരു റോഡരികിൽ നിന്ന് ഒരു പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ചാൽ ഒരു ചെറിയ ഫൈൻ മാത്രമാണ് വരിക. കാരണം അത് മദ്യനിരോധന മേഖലയൊന്നും അല്ല യഥാർത്ഥം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ ഫൈനിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ക്രൈം, അല്ല ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെയൊക്കെ ഇടിച്ചു തീർപ്പിച്ച് പോവുക എന്നുള്ളത് അത് അത്ര വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇവർക്കെല്ലാം തന്നെ അത്യാവശ്യം കാര്യബോധമുള്ള ചെറുപ്പക്കാരാണ്. അപ്പൊ അതിൽ തന്നെ ഒരുപാട് ദുരൂഹത ഉണ്ട്. മാത്രമല്ല, ഈ അലന്റെ പിതാവ് അഭിലാഷ് സ്ഥലത്തെ അറിയപ്പെടുന്ന പൗരപ്രമുഖനാണ്, ക്വാറി ഉടമയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഏറെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ കേസ് അട്ടിമറിക്കാനുള്ളൊരു സാധ്യത വളരെ ആ രീതിയിലുള്ളൊരു ചർച്ച സജീവമാണ്. കാരണം ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രീയ നേതാക്കളും സ്ഥലത്തെ പ്രാദേശിക നേതാക്കളുമായി എല്ലാം തന്നെ ഈ അലന്റെ പിതാവ് അഭിലാഷിന് അടുപ്പമുണ്ട്. അഭിലാഷിന്റെ പേരിലാണ് ഈ പോളോ കാർ രജിസ്ട്രേഷൻ, RC ഓണർ അദ്ദേഹമാണ്, അഭിലാഷാണ്. ഇത് മകൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ്. അങ്ങനെ ഒരു നീക്കങ്ങൾ ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ, പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ ഒരു സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്ന ആക്ഷേപമുണ്ടോ വിനേഷ്? ഉണ്ട്. അത്തരത്തിൽ ഒരു നീക്കങ്ങൾ അണിയറയിൽ സജീവമാണ് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. പക്ഷേ പോലീസിലൊരു വിഭാഗത്തിന് അതിനോട് താല്പര്യമില്ല. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് ഒരുപക്ഷെ പോലീസ് അങ്ങനെ സംഭവിക്കുമായിരിക്കും. കാരണം മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നുള്ള രീതിയിൽ തന്നെ ആവുമ്പോൾ അതിനൊരു ഗൗരവം കുറയുന്നു. പക്ഷേ അപ്പോഴും ഈ കൊലപാതക ശ്രമം എന്നുള്ളത് അവിടെ നിൽക്കും. വാഹനം മുന്നോട്ട് എടുക്കുന്നതിനിടയിൽ അറിയാതെ സംഭവിച്ചു പോയി എന്നാണ് പ്രതികൾ രണ്ടാമത് മൊഴി നൽകിയത്. പക്ഷേ ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? മയക്കുമരുന്ന് കൈമാറ്റത്തിനിടയിലാണോ യഥാർത്ഥത്തിൽ ഈ പോലീസ് ഇത് കാണുകയും ആ പോലീസിനെ കണ്ട് പെട്ടെന്ന് വാഹനം എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പോലീസിനെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തത് ഉൾപ്പെടെയുള്ള രീതിയിലേക്ക് ഇപ്പോൾ അന്വേഷണം എന്തായാലും ആ ഒരു തലത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. പക്ഷെ അതിനിടയിലാണ് അതായത് ഈ പ്രധാന പ്രതിയായ അലന്റെ, വാഹനം ഓടിച്ചിരുന്ന അലന്റെ പിതാവ് എൻ്റെ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത അതിനകത്ത് കാണുന്നതും, ഉണ്ടാവാനല്ല അത്തരത്തിലൊരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്, കേസ് ഒഴിവാക്കാനുള്ളൊരു നീക്കം. പക്ഷേ പോലീസ് അതിന് തയ്യാറാവുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഇവർ സാധാരണ നിലയിൽ ഒരു രാത്രിയിൽ മദ്യപിക്കാൻ വേണ്ടി വാഹനം നിർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അത്ര വലിയ കേസുകൾ ഉണ്ടാവാൻ, പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ചു എന്നുള്ളത് ചെറിയൊരു കേസ് മാത്രമായിരിക്കും അത്. പക്ഷേ അത് ആവാനുള്ളൊരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം അത് തന്നെയാണ്. എന്തായാലും ഇതിന്റെ തുടരന്വേഷണം നടക്കുന്നുണ്ട്. ശശികുമാർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്.
അദ്ദേഹം കുന്നംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിലായിരുന്നു, ചികിത്സയിലായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു ക്രൈം, ഈ വാഹനം എത്തുന്നു, ഈ വാഹനം ഇന്നലെ തന്നെ കണ്ടുകെട്ടിയിരുന്നു. അതിന് പിന്നാലെ ഈ വാഹനം ഇവരുടെ വീട്ടിലാക്കി വെച്ചതിന് ശേഷം ഇവൻ സ്ഥലം വിടുകയായിരുന്നു. രണ്ടുപേരും സ്ഥലം വിടുകയായിരുന്നു. അതിൽ അലനെ ഇന്നലെ പട്ടാമ്പിയിലുള്ള സ്ഥലത്ത് നിന്നാണ് പോലീസിന് ലഭിക്കുന്നത്. അലൻ കീഴടങ്ങി എന്നും മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരവും അല്ലെങ്കിൽ കീഴടങ്ങി എന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. പക്ഷെ പോലീസ് പറയുന്നത് അറസ്റ്റ് ചെയ്തു എന്നാണ്. മറ്റൊന്ന് അജീഷാണ്. അജീഷിനെ തൃശ്ശൂരിൽ വെച്ചിട്ടാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും തുടരന്വേഷണം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ കേസിന്റെ ഗതി എന്താവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ കഴിയില്ല കേട്ടോ. വ്യക്തമാണ്. എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഈ SIയെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പല ദുരൂഹതകളുമുണ്ട്. അത് ഈ വാഹനത്തിലിരുന്ന് അവർ ലഹരി ഉപയോഗിക്കുകയായിരുന്നു. ഇത് കണ്ടതോടെ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് സംശയം. ഈ ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ചില നീക്കങ്ങൾ, ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന ആക്ഷേപവും ഉയരുന്നു. കൊച്ചി പനമ്പള്ളി നഗറിൽ വീട് കുത്തി തുറന്ന് മോഷണം. രവിപുരത്താണ് ഈ സംഭവം ഉണ്ടായത്. ഇതര സംസ്ഥാനക്കാരായ 2 മോഷ്ടാക്കളുടെ ചിത്രം CCTVയിൽ പതിഞ്ഞു. മാരകായുധങ്ങൾ